Praise the Lord. Praise the Lord. Praise the Lord. ലൈവിലുണ്ടോ? Praise the Lord. കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ വൈകിയ ഈ നിമിഷത്തിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. എങ്കിലും ചില പരാജയങ്ങൾ നമ്മുടെ ആത്മീയ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിനെതിരായി പലരും ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ തിരുവായി മൊഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്ത പ്രവർത്തികൾ ഇന്നും നിലയ്ക്കാതെ അതിൽ തുടർമാനം സുവിശേഷ വേലയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേകരെ ഈ നാളുകളിൽ ദൈവം അവിടെവിടങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളും പെന്തക്കോസ്തുകാരെക്കുറിച്ചുള്ള പല രീതിയിലുള്ള തെറ്റായ പ്രചാരങ്ങളും സമൂഹമധ്യയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് ലഭിച്ച തിരുവചന ഭാഗങ്ങൾ, അതിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ ജനത്തിൻ്റെ മുൻപിൽ എത്തിക്കാതെ വണ്ണം ഇന്നത്തെ ആത്മീയ സമൂഹം അധംപതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ നടുവിലൊക്കെ പ്രതികരിക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ശബ്ദമുയർത്തുന്നതും പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ചില വിഷയങ്ങൾ ആത്മീയ ലോകത്തിൽ കടന്നു കയറിയിരിക്കുന്നതിന് നിലയിൽ പലർക്കും അതിനെതിരെ ശബ്ദിക്കാനോ അതിനെതിരെ പറയുവാനോ പറ്റാതെ വണ്ണം അവർ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മൂടി വച്ചിരിക്കുമ്പോൾ യഥാർത്ഥ സത്യത്തെ വിളിച്ചു പറയുവാൻ ഈ കാലഘട്ടത്തിൽ ചിലരെ ദൈവം അതിനെ എഴുന്നേൽപ്പിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറയുന്നതിൻ്റെ കാരണം, ഞാനൊരു വിമർശകനാണെന്നാണ് പലരും ചിന്തിക്കാറുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും ആരെയും വിമർശിച്ച് പോസ്റ്റ് ഇടുന്നതല്ല. എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. അപ്പോൾ തന്നെ ഈ ദുരുപദേശകരായിരുന്നാലും ദൈവവചനം പറയുന്ന വ്യക്തികളായിരുന്നാലും അവരോട് വ്യക്തിപരമായൊരു വിദ്വേഷമോ വൈരാഗ്യമോ യാതൊരു പകയോ ഞങ്ങളുടെ ഉള്ളിലില്ല. അപ്പോൾ തന്നെ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാനാണ് തിരുവചനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായ സത്യവചനം അത് പ്രഘോഷിപ്പിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനസമൂഹത്തിൻ്റെ മധ്യയിൽ വിളമ്പിക്കൊടുക്കുവാൻ ആണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ ഇമ്പത്തിനും മറ്റ് സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി തമ്മിലടിക്കുന്ന ഒരു ആത്മീയ സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കോസ് എന്ന് പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ ഒരു മതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആദിമ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ മുതലായവർ, അപ്പോൾ തന്നെ നമ്മളെ വചനം പഠിപ്പിച്ച് ഉറപ്പിച്ച സത്യത്തിലേക്ക് നയിച്ച അനേക പിതാക്കന്മാർ ഇന്നും അവരുടെ ആ സാക്ഷ്യങ്ങൾ, നിലനിൽക്കുന്ന അനേക സാക്ഷ്യങ്ങൾ അവരിലുണ്ട്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറകളിൽ ആത്മീയ സാക്ഷ്യം അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യങ്ങൾ
നിലനിൽക്കാതെ പോയിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച അല്ലെങ്കിൽ അനേക ആത്മാക്കളെ നേടിയ ഒരു കൂട്ടം ദൈവദാസന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സാക്ഷ്യമുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ തന്നെ പലരും മൺമറഞ്ഞു പോയി. പക്ഷേ ഇന്നും പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് പലപ്പോഴും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. കാരണം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം എത്തിച്ചേരണമെന്നുള്ളതാണ് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഒരു കാരണം. കർത്താവ് ആഗ്രഹിച്ച നിലവാരത്തിൽ നമ്മൾ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മളെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേക പൗലോസും പത്രോസും മറ്റ് അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിച്ചത് യഥാർത്ഥമായി അവർ സത്യം ജനത്തിന് തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ദേവാലയങ്ങളിൽ അവർ കടന്നു ചെന്ന് യഹൂദന്മാരുടെ പള്ളികളിൽ അവർ പ്രസംഗിച്ചു എന്നൊക്കെയാണ് നമ്മൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോഴെല്ലാം അവർ പറഞ്ഞ ആ സത്യത്തെ അംഗീകരിക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് പറ്റിയ യഥാർത്ഥമായ പരാജയം എന്ന് പറയുന്നത്, ഈ യഥാർത്ഥമായ സത്യങ്ങളെ അംഗീകരിപ്പാൻ നമ്മെ കൊണ്ട് കഴിയണം. കാരണം നാം പറയുന്ന വചനപ്രകാരം ഒരു ജീവിതം ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നാം പരാജയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പെന്തക്കോസ്ത് ഒരു മതമായിട്ട് മാറാൻ പോകുന്ന മതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക മതം പോലെ, CSAക്കാരെ പോലെ, അല്ലെങ്കിൽ സാൽവേഷൻ ആർമിക്കാരെ പോലെ, അല്ലെങ്കിൽ മറ്റ് ഇതര നാമോദയധാരികളെ പോലെ പെന്തക്കോസ്ത് സമൂഹം ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. പക്ഷേ അത് പുറത്തു വന്നിട്ടില്ല. ഇനി ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊരു മതമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് മതത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് കിടക്കുന്നവരല്ല. പരിശുദ്ധാത്മാവിൽ ഒരു കൂട്ടം തലമുറകൾ ഈ നാളുകളിൽ എഴുന്നേറ്റ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അത് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം തലമുറകളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ഈ നാളുകൾ. പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം, നാം നമ്മുടെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ തലമുറകളാകട്ടെ, മറ്റ് പ്രിയപ്പെട്ടവരാകട്ടെ, ദൈവദാസന്മാരാകട്ടെ, അവരൊക്കെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ തലമുറകളെ വളർത്തിക്കൊണ്ടുവരുവാനും പലപ്പോഴും മടി കാണിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ വേലയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ താല്പര്യമുള്ള പലരെയും കാണാതാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ സഭയിൽ നടക്കുന്ന സ്ഥാനമാനങ്ങൾക്കും മറ്റ് ഇതരമായ കാര്യങ്ങൾക്കും വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാരണം ഇന്നത്തെ തലമുറകൾ പോലും സുവിശേഷ വേലയെ ത്യജിച്ചുകൊണ്ട് മറ്റ് വഴികൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിളിയുള്ളവർ പോലും ഇതിനെ ത്യജിച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മുടെ ആത്മീയ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് ഒരു കൂട്ടം ജനത എഴുന്നേറ്റ് വരണം എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം കർത്താവിൻ്റെ രാജ്യത്തിൽ അനേകരെ നേടിയെടുക്കുവാൻ, അതിനുവേണ്ടി അധ്വാനിപ്പാൻ ഒരു കൂട്ടം തലമുറകൾ നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം മതവും പെന്തക്കോസ്ത് മതവും അത് മാർഗവുമാണ്. അപ്പോൾ പെന്തക്കോസ്ത് ഒരു മതമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റു മതങ്ങളെപ്പോലെ ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നത് പോലെയാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം മതത്തെ പോലെ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് മറ്റുള്ള വ്യക്തി സമൂഹങ്ങൾ നാമോദയ ആരാധനകൾ ആയിക്കൊണ്ടിരിക്കുന്നത് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസൊക്കെ പ്രസംഗിച്ചത് മതത്തെക്കുറിച്ചല്ല, ക്രിസ്തുവിൻ്റെ മാർഗത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ മാർഗം, അതായത് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത നിത്യതയിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ്
ഈ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ഈ പൗലോസും അപ്പോസ്തലന്മാരും നിത്യതയുടെ ദർശനം പ്രാപിച്ചവരായിരുന്നു. പക്ഷേ ഇന്നത്തെ പലരും നിത്യതയുടെ ദർശനം മറന്നു കളഞ്ഞിട്ട് ഒരു ആത്മാവിൻ്റെ വില സകല ലോകത്തെക്കാളും അല്ലെങ്കിൽ സകലത്തെക്കാളും വലുതാണെന്നുള്ള ഈ ലോകത്തിലെ സകലതും വില കൊടുത്തു വാങ്ങാമെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടമായി പോയാൽ അതിന് നമ്മൾ വില കൊടുക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമുക്കിവിടെ ഒന്നിനും വില കൊടുക്കാൻ കഴിയില്ല, പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഒരു ആത്മാവിൻ്റെ വിലയുടെ കണക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമുക്ക് പറ്റിയ പരാജയം എന്ന് പറയുന്നത് നാം മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നമ്മൾ സ്വാതന്ത്ര്യമാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യാതൊന്ന് നമ്മൾ അടിച്ചേൽപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരാനല്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് പരിവർത്തനമുണ്ടാക്കുന്നതാണ് കർത്താവിൻ്റെ തിരുവചനങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സുകൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, പരസ്യങ്ങൾ കാണുന്നുണ്ട്, വിമർശനാത്മകമായ പോസ്റ്റുകൾ കാണുന്നുണ്ട്, അനേക പ്രസംഗങ്ങൾ കാണുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം താഴെ നമ്മൾ പോയി നോക്കിയാൽ അതിൻ്റെ കമൻറ്റുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് പലപ്പോഴും വിപരീതമായ അല്ലെങ്കിൽ ഈ സത്യത്തെ അവർ എന്ത് ചെയ്യുന്നത് ദുഷിക്കുന്ന നിലവാരത്തിലാണ്, മറ്റുള്ളവരുടെ നടുവിൽ ദുഷിക്കുന്ന നിലവാരത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പണത്തിനും പ്രസക്തിക്കും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി പലതും കാട്ടിക്കൂട്ടുകയാണ് പലരും. പക്ഷേ പ്രിയമുള്ളവരെ, പൗലോസും പത്രോസും അതുപോലെ അപ്പോസ്തലന്മാരൊക്കെ ചെയ്ത ശുശ്രൂഷ എന്ന് പറയുന്നത് അവർ ദൈവരാജ്യത്തിൻ്റെ ദർശനത്തെ പ്രാപിച്ചുകൊണ്ട് ഇന്നേ വരെയും അവരുടെ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ അവർ ബോധ്യമാക്കി. അതേ അനേക ഇടങ്ങളിൽ അവർ സഭ സ്ഥാപിക്കുക, അനേക ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം അവിടെ ഉള്ളിൽ ഒന്നേ ഉള്ളൂ, ഈ ലോകത്തിൽ നിന്ന് അവർ പോയിക്കഴിഞ്ഞാൽ എവിടെ എത്തിച്ചേരുമെന്നറിയാമോ? കർത്താവിൻ്റെ രാജ്യത്തിൽ. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ പൗലോസ് പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത്. അവിടെ ഈ ലോകത്തിലുള്ളതിന് എല്ലാം നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇവിടുത്തെ യാതൊന്നിനും നമുക്ക് വിലയില്ലാത്ത ഒരു സമയമുണ്ടാകും. കാരണം നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മൂടാ ഇന്ന് രാത്രിയിൽ നീ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കു വേണ്ടി എന്നാണ്. പക്ഷെ നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദുഷ്ടനോടാണ് പറയുന്നതെന്നുള്ളതാണ്. പക്ഷേ ദുഷ്ടനോടുകൂടെ പറയുന്നെങ്കിലും ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ഭൂമി വിട്ടു പോയാൽ നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതൊരു മതപരിവർത്തനമല്ല, ഇത് മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന സത്യത്തിൻ്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം ഇന്നുവരെ ചെന്നെത്തിയെടുത്തെല്ലാം അനേകരെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, അനേകരുടെ ജീവിതത്തിനകത്ത് സമാധാനം നൽകിയിട്ടുണ്ട്. ഈ അനേകരെ ഇന്ന് നിഷ്ഠൂരന്മാരായ കുലപാതികളെയും പാപികളെയും വ്യഭിചാരികളെയും തിന്മയിൽ നിന്ന് തിരിച്ച് അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് മതമല്ല. ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ ഉയർത്തുവാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മതത്തിൻ്റെ ചട്ടക്കൂടുകളെ പൊളിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ നാളുകളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിപ്പിക്കുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13ഉം 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒരിക്കൽ കൂടി ഞാൻ പറയാം, അപ്പോസ്തല പ്രവൃത്തി 24-ന്റെ 13ഉം 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇന്ന് എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു,
മതഭേദമെന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന്. ഇവിടെ ഈ മതഭേദമെന്നാണ് പൗലോസിനെ കുറിച്ച് യഹൂദന്മാർ കുറ്റപ്പെടുത്തിയത്. അവൻ മറ്റൊരു മതത്തെ സ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനെതിരെ പറയുന്നു എന്നുള്ളതാണ് പൗലോസിനെതിരെ ചുമത്തിയ കുറ്റമെന്ന് പറയുന്നത്. യഥാർത്ഥമായി ക്രിസ്തു അവരിൽ നിന്നാണ് ഉത്ഭവിച്ചെങ്കിലും അവരെ ആ ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ മാനവരാശിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ അത് യാഗമായി തീർന്നതും അവൻ്റെ രക്തത്താൽ സകല മനുഷ്യർക്കും പാപമോചനമുണ്ടായതിൻ്റെ കാരണം അത് നമ്മെ ഓരോരുത്തരെയും ഈ പാപമാകുന്ന കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ മാർഗത്തിലൂടെ നമ്മെ ഇവിടെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാനാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് ഇത് തിരിച്ചറിയുവാൻ കഴിയാതെ നമ്മൾ ഈ യേശു ക്രിസ്തുവിൻ്റെ ആ സത്യസുവിശേഷത്തെ നമ്മൾ പലതിലേക്കും അത് പിന്തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് ഈ യാഥാർത്ഥ്യത്തെ എത്തിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയട്ടെ. അപ്പോൾ തന്നെ അനേക ദൈവദാസന്മാരും ഭക്തന്മാർ അനേകർ അവർ സുവിശേഷ വേലയിൽ ഇന്നും ത്യാഗമനുഭവിച്ചും കഷ്ടതയുടെ നടുവിലും വളരെ നിന്ദയുടെ പരിഹാസത്തിൻ്റെ നടുവിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. പക്ഷേ അവരാരും പ്രതികരിക്കുവാനോ അവരാരും യാതൊന്നും അതിനെപ്പറ്റി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിച്ചും പൊറുത്തും ക്ഷമിച്ചുമൊക്കെ വളരെ സൗമ്യതയോടെ അവർ ഈ സുവിശേഷത്തെ മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ ഇന്ന് പലരും ഇത് ഒരു ബിസിനസ്സായി, കച്ചവടച്ചരക്കായി, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ ഒരു ആയുധമായി ഈ സുവിശേഷത്തെ ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആരെയും നമ്മൾ തകർക്കുവാനല്ല, ആരെയും നമ്മൾ ഇല്ലായ്മ ചെയ്യുവാനല്ല. ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, ഇത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ്, ഇത് ക്ഷമിക്കുവാൻ പഠിപ്പിച്ച സന്ദേശമാണ്, ഇത് നിത്യതയുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മെ നയിക്കുന്ന യഥാർത്ഥമായ സ്വർഗീയ സന്ദേശമാണ് ഈ കർത്താവിൻ്റെ തിരുവചനമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർണ്ണതയോടെ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. നാം മറ്റുള്ള നാമോദയധാരികളെ പോലെ ആയിത്തീരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നമ്മൾ തിരികെ വരണം. നമുക്കൊരു മടങ്ങിവരവുണ്ടാകണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ പണ്ടത്തെ പോലൊരു കാലം എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളാണ് പെന്തക്കോസ്ത് സമൂഹം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെന്ന് കാണുന്ന കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ഇതരമായ ജനത്തിൻ്റെ മധ്യയിലെത്തിക്കുന്ന മാധ്യമങ്ങളിലൂടെ മറ്റ് മാർഗങ്ങളിലൂടെ മനുഷ്യൻ ഇത് കണ്ടിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്താണ്, ഇവർ കാണിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെ ശരിയും തെറ്റും എന്തെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു മടങ്ങിവരവ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയോജനമുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കുവാനിടയാകണം. പ്രത്യേകാൽ ഈ ലൈവിൽ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുണ്ട്. ആ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ നടുവിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം.
നാം എന്താണ് മതത്തിൻ്റെ ചട്ടക്കൂട്ടിലല്ല നിൽക്കുന്നത്. നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. നാം നിൽക്കുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു എങ്കിൽ, ഇന്ന് ആത്മാവിൽ തുടങ്ങി പൗലോസ് പറയുന്നത് പോലെ ജഡത്തിൽ അവസാനിക്കുന്ന ആ ആത്മീയതയാണ് നാം കാണുന്നത്. നാം ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ സമൂഹത്തിനകത്ത് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ജഡപ്രകാരം സഞ്ചരിക്കുന്നവരല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം ജഡപ്രകാരം സഞ്ചരിക്കുന്നവരല്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പോൾ നമ്മൾ ജഡരക്തങ്ങളോടല്ല പോരാടേണ്ടത്. നാം ഈ ഭൂമിയിലെ ഒരു മനുഷ്യനുമായിട്ട് നമുക്ക് യാതൊരു വിദ്വേഷമോ പകയോ വൈരാഗ്യമോ പിണക്കവുമില്ല. പക്ഷേ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന്, പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ ഇല്ലാതാക്കി കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, പാപത്തിൽ മുക്കിക്കളയുന്ന മനുഷ്യനെ യഥാർത്ഥമായ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ ബോധ്യമാക്കി യേശുക്രിസ്തു ആരെന്നവൻ്റെ ഉള്ളത്തിൽ പകർന്ന് അവനെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യരാജ്യത്തിൻ്റെ അവകാശിയാക്കി അവനെ മാറ്റുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് നാം മറന്നു പോകരുത്. ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ പറയേണ്ടടുത്ത്, ദൈവത്തിൻ്റെ സമാധാനത്തെ പറയേണ്ടടുത്ത്, കർത്താവിൻ്റെ രക്ഷയെ പറയേണ്ടടുത്ത്, നിത്യതയെ പറയേണ്ടടുത്ത് പലപ്പോഴും പറയുന്നത്, അതേ നമുക്ക് കാറ് കിട്ടും, വീട് കിട്ടും, അതേ നിൻ്റെ മുടങ്ങിക്കിടക്കുന്ന ലോണ് കിട്ടും, ഇതൊക്കെയാണ് പലരും പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രസംഗിക്കുവാൻ ഉള്ളത് കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. നമുക്ക് പ്രസംഗിക്കുവാനുള്ളത് നിത്യതയെക്കുറിച്ചാണ്. നമുക്ക് പ്രസംഗിക്കാനുള്ള ദൈവത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ പാപത്തിൻ്റെ പടുചേറ്റിൽ കിടക്കുമ്പോൾ അവനെ അവിടെ നിന്ന് വീണ്ടെടുത്ത് രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമൂഹത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. പലപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയല്ല, പലപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്നത് രക്ഷകനായ യേശുക്രിസ്തുവിനെയല്ല, പലപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്നത് നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകുന്നൊരു ക്രിസ്തുവിനെ അല്ല. പക്ഷേ പലപ്പോഴും വെളിപ്പെട്ട് നിൽക്കുന്നത് ഈ ഭൂമിയിലെ നന്മകളും ഈ ഭൂമിയിലെ സമ്പത്തിനെ കുറിച്ചാണ് പലരുടെയും പ്രസംഗം ഇന്ന് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു ദേശത്താണ്. ഇവിടെ വന്നിട്ട് 2 വർഷമായി ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട്. മറ്റൊരു സ്ഥലത്ത് പ്രവർത്തനമായിരുന്നു. എന്നാൽ ഇന്ന് 2 വർഷമായി ഈ ദേശത്തിൽ വന്ന് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു ഹൈന്ദവ സഹോദരനാണ് ഇവിടുത്തെ ഈ പ്രവർത്തനത്തിന് വേണ്ടി വസ്തുവും അതുപോലെ ഈ ആരാധന വെച്ച് നടത്തുവാനുള്ള ആ സ്ഥലം ഞങ്ങൾക്ക് തന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയാൽ നമ്മളിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയാകണം. പല തിന്മകൾ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ അനേകർ നശിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് സത്യത്തെ അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ നടുവിൽ പലപ്പോഴും പെന്തക്കോസ്ത് സമൂഹം കോമാളികളെ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആത്മീയ സമൂഹമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകമനുഷ്യരും നാമോദയ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരും പെന്തക്കോസുകാരെന്ന് അഭിമാനിക്കുന്നവരെല്ലാവരും ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുൻ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാരിലൂടെ കൈമാറിയ ആ യഥാർത്ഥ സത്യത്തിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊരു മടങ്ങി വരവുണ്ടാകണം. പലപ്പോഴും നമുക്ക് അതിന് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരുപാട് പ്രസംഗിച്ചില്ലെങ്കിലും, നമ്മൾ ഒരുപാട് വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും, നമ്മൾ ജീവിച്ച് കാണിച്ചാൽ നമ്മളെ കണ്ട് അനേകർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരുവാനിടയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം കാണുന്നവർ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥമായ ഒരു പെന്തക്കോസുകാരനാണോ, അല്ലെങ്കിൽ യഥാർത്ഥമായി ഒരു പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് പലരും വിലയിരുത്താറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തെ കണ്ടാണ് പലരും വിലയിരുത്തുന്നത്. നമ്മളെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്.
പൗലോസും അങ്ങനെ തന്നെയാണല്ലോ പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. പലപ്പോഴും നമുക്ക് കഴിയാത്തത് അതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ക്രിസ്തുവില്ലാത്ത ജീവിതം നാം നയിക്കരുത്. ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ മുദ്രയെന്ന് പറയുന്നത്. ആ ക്രിസ്തു നമ്മിലൂടെ വെളിപ്പെടണം. യേശു കർത്താവ് നമ്മിലൂടെ നാം യേശു കർത്താവിനെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരായിരിക്കണം. യേശു കർത്താവിനെ വഹിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ നമ്മെ കാണുന്നവർ പറയും, കണ്ടോ അവൻ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്, കണ്ടോ അവൻ യഥാർത്ഥമായ ഒരു ദൈവവേദലാണ്. അങ്ങനെ നമ്മളായിത്തീരുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ വിലയിരുത്തുന്ന അനേക വ്യക്തികളുടെ മുമ്പിൽ നാം എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ട ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, പരാജയപ്പെട്ട ഒരു ആത്മീയ സമൂഹമായിട്ടല്ല നമ്മൾ മാറേണ്ടത്. ജയാളിയായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അതേ പണ്ടത്തെ പോലെ ആ വചനം ഇങ്ങനെ പറയുന്നത് പോലെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എന്നെ മടക്കി വരുത്തേണ്ടത് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നാം ഹൃദയത്തിൽ ദൈവത്തോട് പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനേകർക്ക് യേശു ക്രിസ്തു ആരെന്ന് അറിയത്തില്ല. കാരണം പള്ളിയിൽ പോകുന്നവർക്കായിരുന്നു. പെന്തക്കോസ്തുകാരെടുത്ത് ചോദിച്ചിരുന്നാലും അവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് അവർക്കില്ല. പലരും പറയുന്നത് ഇന്ന് മരിച്ചാൽ നമ്മൾ എവിടെ പോകുമെന്ന് പോലും ആർക്കും ഒരു ഉറപ്പില്ലാത്ത ഒരു ആത്മീയ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ആ നിത്യ രക്ഷയെ കരസ്ഥമാക്കിയ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ സൂക്ഷിക്കണം. ഈ രക്ഷ, ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോകരുത്. കാരണം നമുക്ക് കിട്ടിയ രക്ഷ പദവി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തന്നതല്ല. ഈ ലോകത്തിലെ പ്രധാനമന്ത്രിയുടെ ഒരു അംഗീകാരമല്ല നമുക്ക് തന്ന ഈ രക്ഷയെന്ന് പറയുന്നത്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച അത്ഭുത മന്ത്രിയുടെ അംഗീകാരമാണ് നമുക്ക് തന്ന ഈ രക്ഷയെന്ന് പറയുന്നത്. അപ്പോൾ ഈ രക്ഷയുടെ സന്ദേശം നാം കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും ദൈവസ്നേഹത്തെ വിട്ട് ലോകസ്നേഹത്തിലേക്ക് കടന്നു പോകരുത്. അവൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അവൻ ദുഃഖിപ്പിക്കരുത്. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനും അനേകരെ നേടുവാനും ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനുമുള്ള ഒരു ഹൃദയത്തിൽ ആ ഒരു വാഞ്ച നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ഇല്ലാത്ത യഥാർത്ഥമായ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞിട്ടും ആ നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മുടെ അകത്തില്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ടു വന്ന സാഹചര്യങ്ങളിൽ എനിക്കും പലപ്പോഴും ഈ ത്തെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു. ഞാൻ വചനസത്യങ്ങളിലേക്ക് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ ലോകത്തിലെ ഒന്നും നേടിയാലും നേടിയില്ലെങ്കിലും ഈ ലോകത്തിലുള്ള എന്തെല്ലാം നമുക്ക് ലഭിച്ചാലും ഈ ലോകത്തിൽ തന്നെ നമ്മൾ വിട്ടിട്ട് പോകേണ്ടി വരും. അതാണ് പൗലോസ് പറയുന്നത്.